നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. TP ചന്ദ്രശേഖരന്റെ കൊലപാതക ഗൂഢാലോചനയിൽ വടകര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന AM ഷംസീറിന്റെ പങ്ക് വ്യക്തമായതായി KK രമ. ചാലക്കുടി ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി PC ചാക്കോ കയ്പമംഗലം മണ്ഡലത്തിൽ പര്യടനം നടത്തി. തൃപ്രയാർത്തേവരുടെ പൂരച്ചടങ്ങുകളുടെ ഭാഗമായി ഞായറാഴ്ച പടിഞ്ഞാറേ നടക്കൽ പൂരവും പുത്തൻകുളത്തിൽ ആറാട്ടും നടന്നു. വാർത്തകൾ വിശദമായി. TP ചന്ദ്രശേഖരന്റെ കൊലപാതക ഗൂഢാലോചനയിൽ വടകര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന AM ഷംസീറിന്റെ പങ്ക് വ്യക്തമായതായി KK രമ. എത്രയും പെട്ടെന്ന് ഷംസീറിനെ അറസ്റ്റ് ചെയ്ത് കേസെടുക്കണമെന്നും രമ പറഞ്ഞു. കൊലപാതക ഗൂഢാലോചനയിൽ ഷംസീറിന് പങ്കുണ്ടെന്നതിന്റെ തെളിവാണ് പുറത്തുവന്ന ഷംസീറിന്റെ ഫോൺ ലിസ്റ്റ് സൂചിപ്പിക്കുന്നതെന്നും രമ അഭിപ്രായപ്പെട്ടു. തളിക്കുളം തമ്പാൻകടവ് വായനപ്പുരയിൽ നടന്ന കുടുംബയോഗത്തിൽ സംസാരിക്കാനെത്തിയപ്പോഴാണ് രമ മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. TP വധിക്കപ്പെടുന്നതിന് മുമ്പ് 3 തവണ കേസിലെ 2ാം പ്രതിയായ കിർമാണി മനോജ് ഷംസീറിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി ഫോൺ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. പാർട്ടിയുടെ ഉന്നത നേതാക്കൾക്ക് വധഗൂഢാലോചനയിൽ പങ്കുള്ളതിന്റെ സൂചനകളാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും രമ പറഞ്ഞു. വടകരയിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന AM ഷംസീറിന് ഈ TP കേസിലെ കൊലയാളികളുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ള തെളിവാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ ലിസ്റ്റുകൾ രേഖകൾ പ്രകാരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അതുപ്രകാരം ഈ കൊലപാതക കേസിലെ ഗൂഢാലോചനക്കാരും ഈ പ്രതികളുമായിട്ടുള്ള ബന്ധപ്പെടുന്നതിനുള്ള ഇടനിലക്കാരനായി നിന്നയാളാണ് ഷംസീർ എന്നതുകൊണ്ട് തന്നെ ആ ഷംസീറിനെ പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കിർമാണി മനോജ് അന്നു മുതൽ ഉപയോഗിക്കുന്ന നമ്പറാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ നമ്പർ. ഈ കൊലപാതകത്തിന് എല്ലാ ഓപ്പറേഷനും ഉപയോഗിച്ച നമ്പറാണ് കിർമാണി മനോജ് ഉപയോഗിച്ച നമ്പറാണിത്. കിർമാണി മനോജിൻ്റെ സ്വന്തം പേരിലുള്ള നമ്പറും ഈ നമ്പറും ഒരേ ടവർ ലൊക്കേഷനാണ്. അതിൻ്റെ എല്ലാ രേഖകളും എല്ലാം ഞങ്ങൾ കൈവശമുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ തെളിയിക്കാൻ എവിടെയും തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കിർമാണി മനോജിൻ്റെ ഉപയോഗത്തിലുള്ള നമ്പർ തന്നെയാണ് ഈ നമ്പർ, അതിലൊരു സംശയവുമില്ല. അത് വളരെ കൃത്യമായി തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കഴിയും. അതുമാത്രമല്ല, ഷംസീറിൻ്റെ ഉപയോഗത്തിലുള്ള ഈ നമ്പർ ഷംസീറിൻ്റെ പേരിലല്ല. അങ്ങനെയാണെങ്കിൽ അതും കൂടെ CPM നേതൃത്വം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നുമല്ല കാര്യങ്ങൾ, യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ. ഇത് വളരെ കൃത്യമായ കാര്യമാണ്. ഈ ഷംസീർ കൊലപാതകങ്ങളുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളാണ് ഇത് പുറത്തു വന്നത്. ആ തെളിവ് വെച്ചിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് സർക്കാർ അന്വേഷണം നടത്തണം. ആ സാഹചര്യത്തിൽ ഈ ഷംസീറിൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് ജനങ്ങളോട് മാപ്പ് പറയുകയാണ് CPM വേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് CPM ഇപ്പം വെല്ലുവിളിച്ചിരിക്കുകയാണ്. കിർമാണി മനോജ് ഉപയോഗിക്കുന്ന നമ്പറല്ല, കിർമാണി മനോജിൻ്റെ പേരിലുള്ളതല്ല, അജേഷ് എന്ന് പറയുന്ന ഒരാളുടെ പേരിലുള്ളതാണ് എന്നാണ് ഇപ്പോൾ CPM നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വെല്ലുവിളി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കിർമാണി മനോജ് ഉപയോഗിക്കുന്ന ഫോണാണ് ഇത് എന്ന് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് ആവശ്യമായ സ്ഥലത്ത് ഞങ്ങൾ തെളിയിക്കുന്നതായിരിക്കും. ചാലക്കുടി ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി PC ചാക്കോ കയ്പമംഗലം മണ്ഡലത്തിൽ പര്യടനം നടത്തി. നിങ്ങളുടെ നൽകിയ ഈ ഉഷ്ണമായ സ്വീകരണത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി ശ്രീ PC ചാക്കോയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വാക്കുകളിൽ ഒതുങ്ങാത്ത നന്ദി ഹൃദയത്തിലേക്ക് ഞാൻ ഏറ്റുവാങ്ങുന്നു. ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ ഏപ്രിൽ 10 നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ സോണിയാഗാന്ധി നയിക്കുന്ന UPA നമുക്ക് അധികാരത്തിൽ കൊണ്ടുവരണം. മതേതര ഇന്ത്യ, വർഗീയ വിദ്വേഷങ്ങളില്ലാത്ത ഇന്ത്യ, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന ഇന്ത്യ, ഐശ്വര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ലോകരാഷ്ട്രമായി ഇന്ത്യയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ ഒരു മാർഗമേയുള്ളൂ. BJPക്കാവില്ല, ഇടതുപക്ഷത്തിനാവില്ല. ഇന്ത്യയിൽ UPAക്ക് മാത്രം. ആ UPA ഗവൺമെന്റ് അധികാരത്തിൽ കൊണ്ടുവരാൻ നിങ്ങളുടെ MP ആയി ഇവിടെ നിന്ന് ഈ ചാലക്കുടി പാർലമെന്റ് യുവതിയുടെ ബന്ധത്തിൽ നിങ്ങൾ കഴിഞ്ഞ കാലത്ത് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം. രാവിലെ എടത്തിരുത്തിയിൽ നിന്ന് ആരംഭിച്ച പര്യടനം വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി. എടത്തിരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം, മതിലകം പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വൈകിട്ടോടെ പര്യടനം പൂർത്തിയാക്കി. DCC അംഗങ്ങളായ CS രവീന്ദ്രൻ, CC ബാബുരാജ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KF ഡൊമിനിക്, KPCC എക്സിക്യൂട്ടീവ് അംഗം PA മുഹമ്മദ് അലി, അനിത ബാബു, KV അബ്ദുൾ മജീദ്, സജയ് വയനപ്പള്ളി എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ 13ാം മണിക്കൂർ നേരത്താണ് നിൽക്കുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു നാം മുന്നോട്ട് പോകണം.
നമ്മളൊരു മതേതര രാജ്യമാകണോ, വർഗീയ കലാപങ്ങളില്ലാത്ത രാജ്യമാകണോ, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന രാജ്യമാകണോ, മൻമോഹൻ സിംഗും ഉമ്മൻചാണ്ടിയും നയിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കും. കയ്പമംഗലം ചാപ്പക്കടവ് മണലെടുപ്പ് സ്റ്റോപ്പ് മെമ്മോ നീക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി. വഞ്ചിപ്പുര ചാപ്പക്കടവിൽ നടന്ന മണലെടുപ്പിനും കുഴിയെടുത്ത് മണൽ നിറയ്ക്കുന്നതിനുമെതിരെ വില്ലേജ് ഓഫീസർ നൽകിയ സ്റ്റോപ്പ് മെമ്മോ നീക്കണമെന്നാവശ്യപ്പെട്ട് സമീപവാസികൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ചാപ്പക്കടവ് കടപ്പുറത്തെ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിനായി ക്ഷേത്രത്തിന്റെ പഴയ തറയിൽ ഉണ്ടായിരുന്ന മണ്ണ് മാത്രമാണ് നീക്കം ചെയ്തതെന്നും പുതിയ ക്ഷേത്രം പണിയുന്ന സ്ഥലത്തെ മണ്ണിന് പകരം ഈ മണ്ണ് നിക്ഷേപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളതെന്നും കാണിച്ചാണ് പരാതി. രേഖകൾ പ്രകാരം ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്നും മണ്ണ് കുഴിച്ചെടുത്തതിനെതിരെ പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്വീകരിച്ച നിലപാടിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തു. തൃത്താല മനോജൻ അവരുടെ പ്രശ്നവിധി പ്രകാരം 7 അടി താഴ്ചയിൽ മണ്ണെടുത്തു നീക്കി അസ്ഥികൂടങ്ങൾ, പഴയ അസ്ഥികൂടങ്ങൾ ഉണ്ടോ ഇല്ലെന്ന് പരിശോധിച്ച് പുതിയ മണ്ണ് നിറക്കുവാനും നിർദ്ദേശമുണ്ടായി. ആ വിധി പ്രകാരം 5 അടി താഴ്ചയോളം വരുന്ന ഈ കുഴിയിൽ നമ്മൾ ആദ്യം ക്ഷേത്രം നിർമ്മിക്കാൻ തറകോരിയൻ്റെ കെട്ടിയൻ്റെ അകത്തു നിന്നും ശുദ്ധമായ മണൽ ആ കുഴിയിലോട്ട് ഇടുകയും ചെയ്തു. അവിടുത്തെ മണൽ നീക്കം ചെയ്ത മണൽ ഞങ്ങൾ ഒരു ഭദ്രമായിട്ടൊരു സ്ഥലത്ത് അവിടെ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് ഞങ്ങളുടെ ഭൂമിയിൽ തന്നെ നിക്ഷേപിക്കുകയുണ്ടായി. 1.5 വർഷം മുൻപ് ആരംഭിച്ച പുനർനിർമ്മാണം കടൽക്ഷോഭം മൂലം മറ്റൊരിടത്തേക്ക് മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു. ഇത് പ്രകാരം പുതിയ സ്ഥലത്തെ മണ്ണിൽ അസ്ഥി അവശിഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് ഇവിടുത്തെ ഭൂമിയിൽ 7 അടി താഴ്ചയിൽ മണ്ണ് മാറ്റി കടപ്പുറത്തിനോട് ചേർന്നുള്ള പഴയ തറയിലെ മണ്ണ് ഇങ്ങോട്ട് മാറ്റുകയാണുണ്ടായതെന്നും ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചു. മണ്ണ് മാറ്റിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ക്ഷേത്ര കമ്മിറ്റിക്ക് മാത്രമാണെന്നും പഞ്ചായത്ത് അധികൃതർ ചില വ്യക്തികൾക്കെതിരെ പരാതി നൽകിയത് അടിസ്ഥാനരഹിതമാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. മണ്ണ് മാറ്റിയ സംഭവത്തിൽ തനിക്കെതിരെ പോലീസിലും കളക്ടർക്കും പരാതി നൽകിയ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് CPM ലോക്കൽ സെക്രട്ടറി BS ശക്തിധരൻ അറിയിച്ചു. ചാപ്പക്കടവിൽ നിന്ന് മണൽ കടത്തിക്കൊണ്ടു പോകുന്നു എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഒരു ക്ഷേത്ര നിർമ്മാണം നിർത്തിവെക്കുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. പത്രക്കാർക്കെല്ലാം ആ കാര്യത്തിൻ്റെ വസ്തുതകൾ പരിശോധിക്കാനുള്ള ബാധ്യതയുണ്ട്, അവരത് ചെയ്യുമെന്ന് വിചാരിക്കും. എന്നെ വ്യക്തിപരമായി പരാമർശിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി നൽകുകയും അതിൻ്റെ കോപ്പി പത്രക്കാർക്ക് എത്തിച്ച് നൽകുകയും ചെയ്തത്. ഞാൻ ആ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹിയോ അതിൻ്റെ ഒരു നടത്തിപ്പുകാരനോ അധികാരിയോ അല്ല. എന്നെ അതിൻ്റെ മോശമായി ചിത്രീകരിക്കുന്ന വിധത്തിൽ പരാതി കൊടുക്കുകയും അത് പത്രവാർത്തയാക്കുകയും ചെയ്ത പത്രമാധ്യമങ്ങൾക്കും നമ്മുടെ കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനുമെതിരെ ഞാൻ നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കയ്പമംഗലം വെസ്റ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. കൂരിക്കുഴിയിൽ നിന്ന് ആരംഭിച്ച റാലി വഞ്ചിപ്പുരയിൽ സമാപിച്ചു. 100 കണക്കിന് പ്രവർത്തകർ റാലിയിൽ പങ്കെടുത്തു. പെരിഞ്ഞനം പൊന്മാനിക്കുടം കൊച്ചിപ്പറമ്പത്ത് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. വൈകിട്ട് വിവിധ താളമേളങ്ങളോടും ഗജവീരന്റെയും അകമ്പടിയോടെ കാഴ്ചശിവേലി നടന്നു. കലാമണ്ഡലം ശിവദാസ് മേളത്തിന് നേതൃത്വം നൽകി.
ഇടവേള.